ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദന. അധ്യക്ഷനായിരുന്ന പ്രിയപ്പെട്ടവനായ സ്തോത്രം. മാസയോഗ അനുഗ്രഹമായിരുന്നു. നമ്മുടെ സമ്പർക്കമനുഷ്ഠിക്കാൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ ഈ സ്ത്രീ ഇവിടെ വന്ന് ശരിയാക്കണമെന്നുണ്ട്. അപ്പം ദൈവം അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ അതിൻ്റെ ഒരു വിശേഷമായ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കണം. സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്, അതിനെല്ലാം ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്കാണ് ഇന്ന് രാത്രി വരുവാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കളപ്രവാചകൻ കിടക്കുന്ന ഗന്ധക തീപ്പേഴിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സ്വീകരിക്കേണ്ടി വരും. വെളിപ്പാട് പുസ്തകം നാം കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ഗതികൾ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് മനസ്സിലാവും. മശിഹ വരുമെന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. ഇന്ന് നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന ഇറക്കി. മശിഹ വരും, പക്ഷെ ഈ വ്യാഴാഴ്ച വരികയല്ല. അദ്ദേഹത്തിന് വ്യാഴാഴ്ച എന്തോ പ്രധാനമുണ്ട്. അപ്പം അതൊക്കെ കൊടുത്തിട്ട് മശിഹ വരുമെന്ന് അദ്ദേഹം സമ്മതിച്ചു. മശിഹയെ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യാഴാഴ്ച വരികയല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പറയാനിടയായി. അടുത്ത കമേനിയുടെ മോനും കൊല്ലപ്പെട്ടെന്നാണ് വാർത്ത. മോൻ കൊല്ലപ്പെട്ട് എല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ചൈന നിൽക്കുന്നു. ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ. നമ്മുടെ കുറെ കപ്പലുകൾ ഇങ്ങോട്ട് ഗ്യാസിന്റെ ഒക്കെ കടത്തി വിട്ടെന്ന് കേൾക്കുന്നു. ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ. ഈ വെളിപ്പാട് ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിന്റെ എവിടെ വന്ന് നിൽക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ വെടിയുണ്ട വീഴാനിട്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ആദിയായി. ഹോട്ടലുകളില്ല, കാര്യങ്ങൾ മാറുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ഒരു വാർത്ത കണ്ടു. കരിഞ്ചന്തയിൽ ഒരു കുട്ടി ഗ്യാസിന് 4000 രൂപ വില വരെയായിരുന്നു. 4000 രൂപ കരിഞ്ചന്തയിൽ. അപ്പം ഒരാളിന്ന് ചോദിക്കുന്ന കേട്ടവിടെ 4000 അല്ല 10,000 ആയാലും മേടിക്കാതിരിക്കാൻ പറ്റുമോ? 4000 അല്ല 10,000 ആയിരുന്നാലും വേറെ കത്തിക്കാൻ മാർഗമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അതുകൊണ്ട് പ്രത്യേക അടുപ്പൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അവിടെ പ്രസംഗിച്ചായിരുന്നു. സ്തോത്രം. കാലം വല്ലാത്തൊരു കാലമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ വരവ് അടുത്തു എന്നുള്ളത് എല്ലാം വെളിവാക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഭയത്തോടെ കർത്താവിനെ സേവിക്കണം. ഇവിടെ പിശാചിന്റെ നാശം അതിനെക്കുറിച്ചാണ് നമ്മൾ വായിപ്പാനിടയായത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാത്താനുണ്ട്, ആന്റി ക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തു, അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് നമ്മൾ അന്തിക്രിസ്തു എന്ന് വിളിക്കുന്ന ANTI അന്ത്യ മലയാളി ആയതുകൊണ്ട് അതങ്ങ് അന്ത്യയാക്കി ഇതാക്കിയത് ആന്റി ക്രൈസ്റ്റ്. അപ്പൊ ഈ അന്തിക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ പിശാചിന്റെ ആത്മാവ് ചെയ്യും കയറും. പിന്നെ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവാണ്. അപ്പൊ അവൻ കള്ളപ്രവാചകൻ ഒരാളുണ്ട്, എതിർ ക്രിസ്തു അഥവാ അന്ത്യക്രിസ്തു ആയിട്ടുള്ള ഒരാളുണ്ട്. പിന്നീട് നാം മനസ്സിലാക്കേണ്ട കാര്യം ഏതാന്ന് ചോദിച്ചാൽ സാത്താൻ എന്ന് വെച്ചാൽ ഏതനിൽ വെച്ച് മനുഷ്യനെ വഞ്ചിച്ച സാത്താൻ അവനെയും കൂടെ ബന്ധിക്കുന്നത്. അപ്പൊ അവൻ കയറി, അവന്റെ ആത്മാവ് കയറിയത് മാത്രമല്ല സാത്താനെ ബന്ധിക്കും. അതാണ് 20-10 പറയുന്നത്. ഒന്നര വായിക്കാം. വെളിപ്പാട് 20-10. അവരെ വഞ്ചിച്ച പിശാചിനെ ജനത്തെ വഞ്ചിച്ച പിശാചിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഒക്കെ പിശാച് വഞ്ചിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കുഞ്ഞുങ്ങളോട് വണ്ടി പതുക്കെ ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം യോഗത്തിൽ വരാതിരിക്കാവുന്ന ഒരു കാര്യമാണ്. വണ്ടി പതുക്കെ ഓടിക്കണം. ഇതൊക്കെ പറഞ്ഞാൽ ആരാ നന്നാൽ ഇത് ആകുന്നത്? ഇപ്പൊ എല്ലാ ആളുകൾക്ക് എന്ത് പറഞ്ഞാലും അത് കൊള്ളുക. സ്തോത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുള്ളതുപോലെ പറഞ്ഞു പോകുന്ന എന്റെ സ്വഭാവം. സ്തോത്രം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യനെ വഞ്ചിക്കുക.
ഈ മനുഷ്യനെ പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരെയും ഈ പൊങ്ങത്തരം കാണിക്കുന്നതെല്ലാം എന്താ? പിശാചിന്റെ പണിയാണ്. പൊങ്ങത്തരം വഞ്ചിക്കുക. വഞ്ചിച്ച് 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 നമ്മളെ ഇല്ലായ്മ ചെയ്യണം. ഓരോ കാര്യങ്ങള് പിശാച് വഞ്ചിക്കാൻ നമ്മൾ ഇടം കൊടുക്കരുത്. അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിൽക്കുന്നു എന്ന് തോന്നുന്നതിനെ പോലും വീഴിക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പാപ്പാക്കടെ പഴയ ഒരു സഹോദരനാണ് മരിച്ചത്. സേവകേട്ടൻ എന്ന് പറയും. ഗവൺമെന്റ് സ്കൂളിന്റെ മുകളിൽ ഞങ്ങൾ പോയവർ രാവിലെ അവിടെ പോയായിരുന്നു. വളരെ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യനാണ്. അതൊക്കെ മരുന്നെടുക്കത്തില്ലായിരുന്നു. 45 വർഷം മുമ്പ് ഞങ്ങളുടെ ചെറുപ്പക്കാരായിരിക്കുന്ന സമയത്ത് അദ്ദേഹം മരുന്നെടുക്കാതെ മരണത്തിന് മഞ്ഞിട്ട് കിടക്കുമ്പോൾ എന്ത് ചെയ്താൽ ആശുപത്രി പോവുകയല്ല. അപ്പോഴാണ് പരുത്തിക്കുന്നിലെ ബാബു എന്ന് പറയുന്ന അദ്ദേഹം ഇതൊക്കെ ഇല്ല ഇവിടെ കയറി വന്ന നാട്ടുകാരിടപെട്ട് കോരി എടുത്തുകൊണ്ട് പുള്ളി ആശുപത്രി കൊണ്ടുപോയി. ഞാനും നമ്മുടെ കുടുംബത്തെ സന്നിധിയോടാണ് ആശുപത്രി കാവലിരുന്നത് രാത്രിയിൽ. അപ്പൊ ആ മനുഷ്യൻ അന്ന് മരിക്കുമെന്ന് ഓർത്താ. പക്ഷെ 45 വർഷം കൂടെ ജീവിച്ചിരുന്ന് കഴിഞ്ഞ ദിവസം മരിക്കാനിടയായി. അപ്പൊ എനിക്ക് സന്തോഷം തോന്നിയത് കർത്താവിന്റെ വചനം പറയുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറുക. നമ്മളിങ്ങനെ കേൾക്കുമ്പോ നമ്മളാരും മരിക്കുകയല്ല, നമ്മളിങ്ങനെ എന്തൊക്കെ ഇവിടെ ഇരിക്കുമെന്നൊക്കെ ഉള്ള ചിന്ത നമ്മളുമായിട്ടുള്ള ബന്ധമൊന്നല്ലെന്നതാണ് നമ്മുടെ ചിന്ത. സ്തോത്രം. നമ്മളുമായിട്ടുള്ള ബന്ധമാണെന്നുള്ള ഇന്നലെ ഒരു ശവം അടക്കാൻ പുത്തകുരിശി പോകാനിടയിൽ ചെന്ന് ബോഡി എടുത്തു. അവിടെ കൊണ്ടുപോയി അടക്കി. ഓരോ ദിവസവും ഇന്നലെ സവടത്തിന് പോയി, ഇന്നും സവടത്തിന് പോയി. അപ്പൊ ഇതെല്ലാം കാണുമ്പോ സ്തോത്രം ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മൾ അറിയണം. അപ്പൊ നമ്മളെ വഞ്ചിക്കാൻ ഇടയാകരുത്, നമ്മളെ നശിപ്പിക്കാൻ ഇടയാകരുത്. പിശാച് നമ്മളെ വഞ്ചിച്ച് നശിപ്പിച്ച് നമ്മുടെ നിത്യത കളയാൻ വേണ്ടി ഉള്ള കണികളെല്ലാം ഒരുക്കും. ഹല്ലേലൂയ. ഇന്നത്തെ വാർത്തയില് കണ്ടു, ഒരുത്തനെ നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുക. നടു റോഡില്. അവൻ ആരാടെ കൊന്നവൻ? എന്നാ അവന്റെ പേരെന്നായിരുന്നു? വാവയോ? അവന്റെ ഒരു പ്രത്യേക പേരായിരുന്നു. അനുവദു എന്നാന്ന് പറഞ്ഞ. അവൻ കേസിൽ നിന്ന് ജാമ്യം എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ടേച്ച് കാറെ വരുമ്പോ കൊട്ടേഷൻ തന്നെ പറഞ്ഞു. ഞാൻ ഓർക്കുന്നു അത് പിടിച്ചിട്ടുണ്ട്. വടിവാൾ കൊണ്ട് വെട്ടുന്നത്. വെട്ടി അപ്പം തന്നെ കൊന്നു. എന്നിട്ട് അവർ വണ്ടിയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ലോകം. നടു റോഡിൽ ഇന്നോവ കാറെ വന്നാൽ നമുക്ക് ആ നമ്പർ വായിക്കാൻ പറ്റില്ല, പക്ഷെ അവിടെ ഉള്ളവർക്ക് വായിക്കാം. ഇന്നോവ കാറ് വന്ന് അത് ഇടിപ്പിച്ച വിടവ് കയറ്റി കാറ് തല്ലി പൊളിച്ച് വെട്ടിക്കൊന്ന കൂടുതൽ വെട്ടുന്നത് നമ്മൾ കാണാം. എവിടെയോ ഈ കൊന്നവനും നരകത്തിൽ പോകും, കൊല്ലപ്പെട്ടവനും പോകും, എല്ലാം നരകത്തിലേക്ക് പോകില്ല. ഇതിനെ കരകയറാൻ പറ്റുമോ? കാരണം ഈ വാശിയും വൈരാഗ്യവും കൊണ്ടിരുന്ന ആരാ? പിശാച് വഞ്ചിക്കുക. ഇപ്പൊ അവര് കൂലിക്ക് ചെയ്യുന്നവർ, ഈ കൂലി വാടക കൊലയാളികൾ എന്ന് പറഞ്ഞാൽ കൂലിക്ക് കൊലയാക്കുന്നത്. ഇനി പിടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടിയാലും മുതലാവുമോ അകത്ത് പോയാൽ? നമ്മൾ ശ്രദ്ധിച്ച് എന്താ ചെയ്യുന്നത്? പിശാച് വഞ്ചിക്കുക. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഈ വഞ്ചിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ എങ്ങനെ വഞ്ചിക്കും, പിശാച് വഞ്ചിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങളിലും സ്തോത്രം പിശാച് വഞ്ചിക്കുന്നതായ അനുഭവമുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വഞ്ചിക്കുന്ന അനുഭവം, വഞ്ചിച്ച പിശാചിനെ. അപ്പൊ പിശാചിന്റെ നാശത്തിന് ചില പ്രത്യേകതകളുണ്ട്. അവന്റെ ഒരു ചില സ്വഭാവമുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. അവൻ ഗോതമ്പ് പോലെ നമ്മളെ പാറ്റുന്നവനാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം പറയുന്നത്, ഒരു വിശ്വാസി വിശ്വാസത്തിൽ നിൽക്കാൻ തോന്നുമ്പോ അവനെ നിർത്താതിരിക്കാൻ നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ദൈവീയ അനുഭവത്തിലേക്ക് പോകുമ്പോൾ പിശാചിന് സന്തോഷമാണ്. നമ്മുടെ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കുന്നത് പിശാചിന് ഇഷ്ടമാണെന്ന് ചിന്തിക്കരുത്. പിശാചിന് എപ്പോഴും ഇഷ്ടം കലഹമാണ്. പിശാചിന് എപ്പോഴും ഇഷ്ടം അസമാധാനമാണ്. പിശാചിന് ഇപ്പോഴും ഇഷ്ടം പ്രശ്നമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് വായിച്ചു. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിയിട്ടതിന് കൽപ്പന ചോദിച്ചു. ഞാൻ നിന്റെ വിശ്വാസം നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ആ വാക്ക് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? കർത്താവ് അപേക്ഷിച്ചെന്ന്. കർത്താവ് ആരോട് അപേക്ഷിച്ചെന്നറിയാം? പിതാവിനോട് അപേക്ഷിച്ചു. കാരണം ഇത് പാറ്റാൻ എത്തിയാണ് കൽപ്പന ചോദിക്കുക. ശീമോനെ പാറ്റാൻ.
ആരാ? അപ്പോസ്തലനായ പത്രോസിനെ പാറ്റാൻ വേണ്ടി പിശാച് ദൈവത്തോട് എന്ത് ചെയ്തു? ചോദിക്കുക, കർത്താവിനോട് ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക അവനെ പാറ്റട്ടെ എന്ന്. ഹല്ലേലൂയ. കർത്താവ് തുണ നിന്നു. കർത്താവ് എന്തിനാണെന്നറിയാം? അവരുടെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് കർത്താവ് തുണ നിന്നു. നമ്മളെ പാറ്റിയാൽ എവിടെ ചെന്ന് നിൽക്കും? നമ്മളെ ഒറ്റ ദിവസം പഠിപ്പിക്കണമെന്നാ മതി. നമുക്ക് ഒരു ദിവസം നേരത്തെ ആ സമയത്ത് കിട്ടേണ്ട സമയത്ത് ചായ കിട്ടിയില്ലല്ലോ, ചോറ് കിട്ടിയില്ലല്ലോ പോലെ പാറ്റിലൊക്കെ എവിടം വരെ നടക്കും? നമ്മളത് ചിന്തിച്ച് ഒരു ദിവസം ആ ഒരു നേരത്ത് കിട്ടേണ്ട കാര്യം കിട്ടിയില്ല എങ്കിൽ പാട്ടിൽ എങ്ങനെ നടക്കും? ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ലഭിക്കേണ്ട സമയത്ത് ആഹാരമൊക്കെ ലഭിക്കേണ്ടത് കിട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുമോ? സാധനം കുഴപ്പമില്ല, ദീനശ്രദ്ധ പറയും. അപ്പോഴത്തേക്ക് നമ്മള് എന്ത് ചെയ്യും? നമ്മളെ റേസാവും. നമ്മളെ ആരെങ്കിലും ഒന്ന് മനഃപൂർവ്വമായിട്ട് ഇൻസൾട്ട് ചെയ്താല് സ്തോത്രം നമ്മളെന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇതിൽ എപ്പോഴും പ്രസംഗിച്ചായിരുന്നു, ഈ രാഷ്ട്രീയക്കാരെ നോക്കിക്കേ. അവര് രാഷ്ട്രീയക്കാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അവർ കള്ളമൊക്കെ പറയുമെങ്കിൽ അവർ നിന്നുരുടും. ഇപ്പൊ സുധാകരന്റെ പ്രശ്നമുണ്ട്, പല പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയത്തില്. പക്ഷെ അവരെല്ലാം നിന്നുരുണ്ട് അവരെ കൈകാര്യം. എന്നിട്ട് ശാന്തമായിട്ട് നിൽക്കുകയും ചെയ്യും. അതേസമയം നമ്മളാണല്ലോ നമ്മള് പൊട്ടിൽ തെറിച്ച് വെള്ളം ഉണ്ടാക്കി അവര് പറഞ്ഞ കാര്യം തന്നെ വീഡിയോ പിടിച്ച് സ്ക്രീൻ കാണിച്ചാലും അവര് പറയും അതെ നിങ്ങള് ചെയ്തതിന്റെ കുഴപ്പമാണ്, നിങ്ങളുടെ മാധ്യമക്കാരുടെ പ്രശ്നമാണെന്ന് പറയും. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. അതേസമയം നമ്മളെയാണ് മാറ്റുന്നെങ്കിൽ നമ്മളെ ചെറിയ സമയം നമ്മളെ ഒന്ന് പാറ്റിയാൽ നമ്മൾ ആ ഇല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ എന്താ പറഞ്ഞു? പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന പ്രാർത്ഥനയിൽ, കർത്തൃപ്രാർത്ഥനയിലെ ഒരു ഇതാണ്, വാക്കാണ്. പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുത്? പ്രവേശിപ്പിക്കരുത്. ദൈവത്തോട് പരീക്ഷ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. പരീക്ഷ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഉപവാസം എടുക്കുമ്പോൾ തീരുമാനമെടുത്ത് ഇന്ന് മുതൽ രാവിലെ മുതൽ ഉപവാസമാണെന്ന് തീരുമാനമെടുത്ത് അന്ന് രാവിലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കപ്പ ബിരിയാണിയോ അതുപോലുള്ള സാധനമോ നമ്മുടെ കുക്കറിനകത്ത് വെച്ചതിന്റെ മണം കേട്ടാൽ അന്നത്തെ ഉപവാസം നമ്മൾ മാറ്റും. ഇനി നമ്മുടെ ഒരു പാസ്റ്റർ പ്രസംഗിച്ചതാണ്, ഉപവാസം എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അമ്മ ചേന വറുത്തൊക്കെ മണം കേട്ടുകൊണ്ട് ഉപവാസം മാറ്റി. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം, ഒരു കറി പോലും വെക്കുമ്പോ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഗോതമ്പ് പോലെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാ പിശാച്. സ്തോത്രം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനെല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിശാച് പാറ്റാൻ തുടങ്ങുന്ന ശ്രമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പിശാചിനെ പാറ്റുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തോ ചെയ്യും? പാറ്റാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. പാറ്റാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? അതുകൊണ്ട് ദൈവത്തോട് പറയണം, പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുത്? പ്രവേശിപ്പിക്കരുത്. നമ്മുടെ ഇടയിലും പല വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, വേദനയുടെ മധ്യത്തിൽ കൂടെ പോകുന്നവരുണ്ട്, വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ ശോധനയിൽ എന്നെ ഒന്ന് നിലനിർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ശോധനയിൽ എന്നെ ഒന്ന് എന്ത് ചെയ്യണം? നിലനിർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഗോതമ്പ് പോലെ മാറ്റാൻ ശ്രമിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വെളിച്ചദൂതൻ തെറ്റിദ്ധരിപ്പിക്കുന്ന, ഹല്ലേലൂയ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവരുടെ ഇടപാട്. നമ്മളെ സാത്താൻ താനും വെളിച്ചദൂതന്റെ എന്ത് ചെയ്യും? സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ എന്ന് വെച്ചാൽ വെളിച്ചദൂതൻ എന്ന് പറയുമ്പോൾ നല്ല ദൂതനാണ്. പക്ഷെ അവൻ സാത്താൻ വെളിച്ചദൂതന്റെ വേഷം എന്ത് ചെയ്യും? ധരിക്കും. എന്ന് വെച്ചാൽ സ്തോത്രം നല്ലവനാണെന്ന് തോന്നുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടെല്ലാം പറഞ്ഞു.
അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ചറിഞ്ഞ ഒരു ഗുണം അവരെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരല്ലാതെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ പരീക്ഷിച്ചറിഞ്ഞ കാര്യം. സ്തോത്രം. അപ്പോ വെളിച്ചദൂതന്റെ അഭിനയം നല്ല ഇതാ. നമുക്ക് തോന്നുന്നു എല്ലാം കാണുമ്പോൾ ശരിയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുള്ള കാര്യം ഞാൻ പറയാം. നമ്മുടെ വീടുകളിൽ കൂടെ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആളുകളുണ്ട്. ഈ കമ്പിളി അതുപോലെയുള്ള സാധനങ്ങൾ, നേരത്തെ ഇരിക്കുന്ന വിരി. ഇന്നാളില് ഇവിടെ ഈ സോഫയിൽ ഇടുന്ന ഒരു വിരി കൊണ്ട് കുറെ പേര് വന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു. ഏത് തോട്ടത്തില് അവ ഒറ്റയ്ക്കുള്ളപ്പോ പിശാചി വന്നെന്ന് പറഞ്ഞ പോലെ ഞാനില്ലാത്തപ്പോ വന്നു. 14,000 രൂപ പറഞ്ഞു. അവസാനം വേണ്ട, ഒരു മനുഷ്യർക്ക് വിരിച്ചു. അവസാനം 4,500 5,000 പിടിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 4,500 500 പിടിപ്പിച്ചു. സത്യം പറഞ്ഞാൽ അവരെന്തോരം അത് 14,000 പറഞ്ഞിട്ട് എടുത്തോണ്ട് പോകാൻ പറഞ്ഞത് കൊണ്ടാ, വേണ്ട എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞത് കൊണ്ടാ. ഇന്ത്യയിൽ 4,000 കൊടുത്ത് 10,000 പിടിപ്പിച്ചേനെ. അപ്പൊ അവര് പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ജർമ്മൻ സാധനം. അവരെങ്ങനെ പറയുന്ന ഇതുപോലെ പറയും, അതുപോലെ പറയും. ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യമില്ല. ഇത് മൈക്രോ ഫൈബർ ആണ് ഇതിനകത്തുള്ളതെന്ന് പറയും. എന്ത് മൈക്രോ എന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല, ഫൈബർ എന്ന് പറഞ്ഞാലും അറിയത്തില്ല. അപ്പൊ അവരെന്തോ പറയുന്നറിയാമോ? ഇങ്ങനെ പറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഈ ദൈവദാസന്മാരെ അഭിനയിക്കുന്നവരും ഉണ്ട് ഒത്തിരി പേര്. അപ്പൊ അവര് ആ വലിയ കാര്യങ്ങളൊക്കെ പറയും. വലിയ ആൾക്കൂട്ടം അവരുടെ ഉപയോഗത്തിന് കൂടും. ഇതെല്ലാം ചെയ്യും. വലിയ ആൾക്കൂട്ടം കൂടും. സ്തോത്രം. അതുകൊണ്ട് വേദപുസ്തകം പറയാം, സാത്താൻ താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. അടുത്തത് വാക്യം തന്നെ. സാത്താൻ താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കാൻ. കേട്ടോ, അവന്റെ ശുശ്രൂഷക്കാര് നീതിയുടെ ശുശ്രൂഷക്കാരായിട്ട് അഭിനയിക്കും. ഞാൻ അവരുടെ ശുശ്രൂഷകന്മാരാണെങ്കിലും അവര് തൊടുത്തൊരു വിഷയം തരട്ട് അവരപ്പം തന്നെ കൊണ്ടുതരിക്കും. എന്നെ തട്ടുമെന്ന് വരെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഉണ്ടായിരുന്നു, 2 പേര് തമ്മിൽ. അപ്പൊ പറഞ്ഞ് നാളെ ആയിട്ട് വന്നില്ലെങ്കിൽ ശരിയാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ വചനം എന്താ പറയുന്നത്? സാത്താന്റെ വെളിച്ചദൂതന്റെ വശം ധരിക്കുന്നു, അവന്റെ ശുശ്രൂഷക്കാര് നീതിയുടെ ശുശ്രൂഷക്കാരായിട്ട് എന്ത് ചെയ്യാനാണ്? ആകയാൽ അവരുടെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾ പുറത്തതായിരിക്കും. അവരുടെ അവസാനം. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിന്റെ പേര് പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന ഒത്തിരി ആളുകളുടെ അവസാനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഭയങ്കര പരിതാപകരമാണ്. അത് ഏത് പേര് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ പേര് പറഞ്ഞ് കോടികളൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാല് ആ പേരിലുണ്ടാക്കിയാൽ അന്ത്യം പരിതാപകരമാണ്. ഭയങ്കര പരിതാപകരമായി. കാരണം കർത്താവിന്റെ നാമം പേര് പറഞ്ഞ എത്രയോ ദൈവദാസന്മാരെ എനിക്കറിയാം. പൈസ വെറുതെ പൊടിപ്പിച്ച് നശിപ്പിച്ച്. കാരണം ഇവര് കൈകൊണ്ട് നേരി വരുന്നവരല്ല, അവര് തൊണ്ടത്തൊഴിലാളികളാണ്. തൊണ്ടത്തൊഴിലാളികളായി നടന്നിട്ട് പ്രാസംഗികരെ കുറ്റം പറയുകയല്ല, അങ്ങനെ നടക്കുന്നവരെ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നടന്ന് ഇതുണ്ടാക്കി യഥാർത്ഥ ഉപദേശം പ്രസംഗിക്കാതെ പണത്തിന് വേണ്ടി മാത്രം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പണത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ അവസാനം പരിതാപകരമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, തെക്കൻ ഭാഗത്ത് പെന്തക്കോസ്തിലെ അച്ചായന്മാരുടെ പൈസ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, പല വീടുകളിൽ അവർ കയറി, അവരുടെ പിരിവിന് വേണ്ടി വന്നതാണ്. പല വീടുകളിൽ അവർ കയറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉള്ള പൈസ മുഴുവനും ഫൈനാൻസിൽ, നമ്മുടെ ഒരു ബന്ധുക്കോസുകാരന്റെ ഫൈനാൻസിലിട്ടു, പൊട്ടിപ്പോയി. ലക്ഷങ്ങൾ കോടികൾ പെൺപിള്ളാരെ കെട്ടിക്കാൻ ഇട്ടുന്ന പൈസ, വീട്ടുകാരറിയാതെ ഇട്ട പൈസ, ആ മധ്യ തിരുവാങ്കൂറിലെ പൈസകൾ മുഴുവൻ കോടികൾ ഒരു മനുഷ്യന്റെ ചതിച്ചു, വെട്ടിച്ചു, നശിപ്പിച്ചു. സ്തോത്രം. എല്ലാം പോയി. സ്തോത്രം. ഹല്ലേലൂയ. പല പ്രാസംഗികന്മാരുടെ പൈസ,
കൂടുതൽ പരസ്യം കിട്ടാൻ വേണ്ടി അതിനകത്തിട്ട് കുളമാക്കിയ ആളുകളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകം ഒരു കാര്യം പറയുന്നുണ്ട്, അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ എന്താണ് ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അന്യായമായി ധനം സമ്പാദിക്കുമ്പോൾ ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അവന്റെ മധ്യായുസ്സെങ്കിൽ അത് അവനെ വിട്ട് പോകും. പിന്നെ അവൻ ഭോഷനായിരിക്കും. അവന്റെ മധ്യങ്ങൾ വലിയ വലിയ കോൺട്രാക്ടർമാരെ, വലിയ വലിയ ബിസിനസ്സുമാരെ പരിശോധിച്ചു നേരെവാട്ടിന് പോകുന്ന ഒരു ചുരുക്കമാണ്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം സ്തോത്രം, വീണ്ടും പലരും പറയാണ്, താൻ ഇടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാകും. താൻ ഇടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷി അതിന്റെ പറക്കം പറ്റുമ്പോ അത് പോകും. ഹല്ലേലൂയ. അത് പറക്കം പറ്റുമ്പോ അത് പോകും. നമുക്കറിയാം, ഈ താറാവിന്റെ മുട്ട കോഴിയുടെ കീഴെയാണ് വെക്കുന്നത്. കോഴിയുടെ കീഴെ വെച്ച് താറാവിന്റെ മുട്ട വെച്ച് വിരിഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസം ഈ കോഴിക്കുഞ്ഞിന്റെ കൂടെ അതും എന്ത് ചെയ്യും, നടക്കും. കോഴിക്കുഞ്ഞിന്റെ കൂടെ അതും താറാവും നടക്കും. പക്ഷെ വെള്ളത്തിന്റെ ആ കുളത്തിന്റെ സൈഡിൽ നിന്ന് കോഴിക്കുഞ്ഞ് ഇങ്ങനെ നിൽക്കും, മറ്റവൻ ചാടും. അപ്പോ തള്ളക്കോഴി മറ്റു കോഴിക്കുഞ്ഞുങ്ങൾ പറയും, ചാടരുത് ചാടരുത്, ചത്തുപോകും, ചാടരുത് എന്നൊക്കെ അവരുടെ ഭാഷയിൽ പറയും. പക്ഷേ ഇത് ആരാണ്? ഇവന്റെ അല്ല. അത് പോകും, പിന്നെ അവൻ വരത്തില്ല. വെള്ളം കണ്ടാൽ പിന്നെ അവൻ വരത്തില്ല. സ്തോത്രം. ഇതുപോലെയാണ് അത്. വിയർത്ത് ജോലി ചെയ്ത് അധ്വാനിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. മറ്റൊരുത്തന്റെ കയ്യിലിരിക്കുന്ന പൈസ വാചകം പറഞ്ഞല്ലേ, ആത്മീയം പറഞ്ഞ് വല്ലാത്ത കാര്യങ്ങളും പ്രവചനവും പറഞ്ഞ് തട്ടിച്ചെടുത്ത് പോക്കറ്റിലാക്കുന്ന എല്ലാ ബിരുദന്മാരെയും സ്തോത്രം ദൈവനായി പണം കിട്ടുന്നതിന് ഞാൻ എതിരല്ല കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വമായി എന്തെങ്കിലും കൊടുത്താൽ ഒരു കുഴപ്പമില്ല. മനഃപൂർവ്വമായിട്ട് സുമലദാനത്തോടെ അത്. അതുകൊണ്ട് പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പ്രയോഗിച്ചിട്ടില്ല. പൗലോസ് പറയാണ്, വളരെ വ്യക്തമായി പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു എന്ത് ചെയ്തിട്ടില്ല, പ്രയോഗിച്ചിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് തരാനുള്ളത് എതിലേ പോയാലും നമുക്ക് വരും. നമ്മുടെ ഓഹരിയെ ദൈവം തമ്പുരാൻ പരിപാലിക്കും. നമുക്കുള്ള ഓഹരി ആരും കൊണ്ടുപോകത്തില്ല. നമുക്കുള്ള ഓഹരി ദൈവം തമ്പുരാൻ പരിപാലിക്കും. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇതല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ. സ്തോത്രം. അടുത്തത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25 വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 25 മുതൽ വാക്യങ്ങൾ. കള വിതയ്ക്കുന്ന അനുഭവം. ഹല്ലേലൂയ. അതോട് വായിച്ച് അവസാനിപ്പിക്കുക. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി. കർത്താവ് ഉപമ പറഞ്ഞതാ. മനുഷ്യർ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കള വിതയ്ക്കും. നമ്മൾ ആത്മീയമായിട്ട് ഒരു ഉണർവില്ലെങ്കിൽ, ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ ഇതിനിടയിൽ ശത്രു കള വിതയ്ക്കും. ഹല്ലേലൂയ. പിശാചിനെ വേദനിക്കുന്നത് ശത്രു സൂത്രത്തിൽ ഹവ്വായുടെ അടുക്കൽ ചെന്നു, പുരുഷനിലായിരുന്നപ്പോൾ അവിടെ അടുക്കൽ ചെന്നു. ഇത് വീട്ടിൽ ചോദിക്കുക, വിശ്വത്തിന് വാസ്തവമായി കൽപ്പിക്കുന്നുണ്ടോ? ആ ചോദ്യം ശ്രദ്ധിക്കണേ. സ്തോത്രം. കള വിതയ്ക്കുന്നു മനുഷ്യൻ ഉറങ്ങുമ്പോൾ. ഈ ദുരുപദേശം എല്ലാം ലോകത്തിലേക്ക് ഉണ്ടാകാൻ കാരണം ആത്മീയമായ കാഴ്ചപ്പാടും എല്ലാ ആളുകളുടെ മധ്യത്തിൽ നിന്ന് പോയി. അപ്പോൾ എന്ത് ചെയ്യാണ്? ദുരുപദേശം. മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്ന ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി. ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണേ. ദൈവമക്കളും വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിൽ കള വിതയ്ക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ഗോതമ്പിന്റെ ഇടയിൽ കള വിതയ്ക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ഗോതമ്പിന്റെ ഇടയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആരും തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഇടയാകരുത്. ദൈവമക്കളുടെ ഇടയിൽ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഇടയാകരുത്. പാസ്റ്റർമാരുടെ ഇടയിലും ഈ പക്ഷങ്ങൾ ഉണ്ടാകുന്ന എന്നാന്നറിയാമോ? ഓരോരുത്തർ തമ്മിൽ പറയാത്ത കാര്യം, ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിക്കും. കള വിതയ്ക്കുക. ഭാര്യയും ഭർത്താവിനെയും പറ്റി കള എന്ത് ചെയ്യും? തെറ്റിക്കും. സ്തോത്രം. ഹല്ലേലൂയ. തെറ്റിക്കും. കാരണം ശത്രു ഇങ്ങനെ നടക്കുക.
സ്തോത്രം. ശത്രു ഇങ്ങനെ നടക്കുക, സ്തോത്രം. ഹല്ലേലൂയ. കള വിതയ്ക്കുക, സ്തോത്രം. മനുഷ്യൻ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്തു? ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. ഞാറ് വളർന്ന് കതിരായപ്പോൾ എന്ത് വന്നു? കളയും കാണാതായി വന്നു. അപ്പോൾ വീട്ടിലെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള ഇവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാവുന്ന പണി എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ശത്രു എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു മറുപേരാണ് ശത്രു. കള വിതയ്ച്ചത് ശത്രുവാണ്. നല്ല വിത്ത വിതച്ചത്. ആ വിതച്ച കൂട്ടത്തിൽ അവൻ കുറച്ച് കളയുടെ വിത്തൂടെ എന്ത് ചെയ്തു? ചേർത്തു. കളയുടെ വിത്തൂടെ ചേർത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കള വിതച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. ശത്രു ചെയ്തതാണ്. കള വിതച്ചു. അടുത്തത് ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവനില്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിടിച്ചു. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. യജമാനോട് ചോദിക്കുക, ഞങ്ങൾ പോയി കള പറിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ്, പറിക്കുമ്പോൾ എന്ത് ചെയ്യും? നല്ല വിത്ത് പോകും. ചിലതൊക്കെ പോകാതിരിക്കുന്നതിന് കാര്യം എന്നാണെന്നറിയോ? ചില ആളുകൾ മധ്യസ്ഥം നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വെട്ടിക്കളഞ്ഞാനും. ഹല്ലേലൂയ. മധ്യസ്ഥത നിൽക്കുന്ന ഇടപാട് നമ്മുടെ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത നിൽക്കുന്നുണ്ട്. അതാണ് മുന്തിരിത്തോട്ടത്തിൽ നടന്നിരിക്കുന്ന ഒരു അത്യവൃക്ഷത്തെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഞാൻ അതിൽ ഫലം തിരയുന്നു. ഈ ഫലം തിരയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. നിങ്ങൾ ഒരു സാധനം കുഴിച്ചു വെച്ചു, ഒരു തെങ്ങ് കുഴിച്ചു വെച്ചു, ഒരു ചൊട്ടയുണ്ടായി, അത് 2 മച്ചിങ്ങ ഉണ്ടായി, നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മൾ കുറിച്ച് വെച്ച സാധനം എല്ലാം ഇതിന് കാലായി. അങ്ങനെ ശ്രദ്ധിക്കുന്ന മാവിനും കാലായി. അതേ പൂവുണ്ടായി കാണാൻ നിന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്കെന്തൊരു എന്തോട്ടെ മാങ്ങ മേടിക്കാൻ വല്ലാതാണോ എന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടാക്കിയിട്ട് ഫലം. ഇന്നൊരു ഉടമ്പുളിത്തെ വണ്ടവിടെ വെച്ച് നിന്നിരുന്ന എന്റെ റോഡിലോട്ട് നിന്നൊരു കമ്പ് വെട്ടാൻ വേണ്ടി ഞാൻ നീളമുള്ള വാക്കത്തിൽ കൊണ്ട് ചെന്ന് അതിന്റെ അറ്റത്ത് പിടിച്ച് താത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പൂവ് അതല്ല കുടംപുളിയുടെ. അപ്പൊ ആ ഒരു കുടംപുളിയൊക്കെ നമ്മുടെ ദേശത്തുള്ള നമ്മുടെ ആളുകൾക്കുള്ള കുടംപുളിയാണെങ്കിൽ ഞാൻ ഇലയൊക്കെ ചവച്ച് നോക്കി പല പുളിയുണ്ടായിരുന്നു. പണ്ട് പുളിയുടെ ഇല നമ്മൾ നിന്ന് നോക്കിയിട്ടുണ്ട്, അതിലെ നാമ്പ്. അപ്പൊ അത് പുളിയാകുവാണെങ്കിൽ അത് ഫലമുണ്ടെങ്കിൽ നമുക്ക് അതൊരു സന്തോഷമാണ്. എന്റെ ഭാര്യ അന്നേരം ചോദിച്ചു, പുളി ഉണ്ടായാൽ എങ്ങനെ ഉണങ്ങുമെന്ന്. ഞാൻ പറഞ്ഞു, എന്നോട് സമാധി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ചേരിനുള്ള ഒരു കമ്പിയുടെ പാലയും ചേരിനുള്ളതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു കമ്പി ഇട്ടാൽ മതി. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. കണ്ടത്തിൽ മഴ പെയ്ത സമയങ്ങളിൽ കണ്ടത്തിൽ വെള്ളത്തിൽ പുളി ചാടി നമ്മൾ എന്തോരം പെറുക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഫലം അന്വേഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ ഈ ഫലം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ സ്തോത്രം, അത് വലിയൊരു അനുഭവം. ഉടയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നമുക്കൊന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. നമ്മൾ നടന്ന ഒരു പ്ലാവിൽ ഒരു ചക്കയുടെ ആൺപൂ ഉണ്ടായാൽ അല്ലെ പെൺപൂ ഉണ്ടായാൽ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഞാൻ ഇവിടെ ഒരു കടപ്പിലാവ് വെച്ചത് കായ്ച്ചതായിരുന്നത് പറിച്ചു വെച്ച് കായ്ച്ചില്ല. അതിന്റെ ആൺപൂ വിരിഞ്ഞാലും പിന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക പെൺപൂ എന്ന് വിരിയും വരും. അതിനെനിക്ക് ഞാൻ നനച്ചു പിടിച്ചോണ്ടൊക്കെ ഇരിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഉടയവൻ നമ്മളിൽ നിന്ന് അന്വേഷിക്കുന്ന ഒരു ഫലമുണ്ട് കേട്ടോ. ഞാൻ നമ്മളൊന്ന് മനസ്സിലാകാൻ വേണ്ടി എല്ലാം വലിയ തിയോളജി പറഞ്ഞാൽ മനസ്സിലാകുമോ? ഉടയവൻ നമ്മളിൽ നിന്ന് ചില ഫലം അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ നല്ല ഫലം ശത്രു നമ്മളിൽ നിന്ന് ഫലം കായ്ക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കർത്താവിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അവൻ ഫലം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് സ്തോത്രം. പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പൂടെ പിടിച്ചു പോകും. അത് രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. രണ്ടും കൂടെ എന്റെ പലതിനെയും കൊയ്ത്തോളം നിർത്തിയിരിക്കുക കേട്ടോ. നിൽക്കുവാന്ന് തോന്നരുത്. ദൈവം നിർത്തിയിരിക്കുക. എവിടെ വരെയാ? കൊയ്ത്തോളം. കൊയ്ത്തുകാരോട് ഞാൻ പറയും, കള പറിച്ച് കൂട്ടണം. കൊയ്ത്തുകാരോട് പറയും, കൊയ്യാൻ വരണ്ട മുമ്പേ കള പറിച്ചെന്ത് ചെയ്യണം? കെട്ടുകളായി കെട്ടണം. ഒറ്റൊന്നും പോകരുത്. കള പറിച്ച് കളയുടെ കിണത്ത് നമ്മൾ വിടരുത് കേട്ടോ. കള പറിച്ച് കെട്ടുകളായി കൂട്ടണം. ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടണം. നമ്മൾ നല്ല ഗോതമ്പ് പണിയായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നല്ല പണിയായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ
39-ാമത്തെ വാക്യം എടുത്ത് വായിച്ച്. 39 കർത്താവ് മത്തായി 13:39. ഹല്ലേലൂയ. ദുഷ്ടന്റെ പുത്രന്മാർ അത് നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, രാജ്യത്തിന്റെ പുത്രന്മാർ, കളദുഷ്ടന്റെ പുത്രന്മാർ, കളദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കൊയ്യുന്നവർ ദൂതന്മാർ, കളകൂട്ടി തീയിട്ട് ചുടുപോലെ തീരിട്ട് ചുടുപോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രന്റെ ദൂതന്മാരെ അയക്കും. മനുഷ്യപുത്രൻ തന്നെ ദൂതന്മാരെ അയക്കും. അവരുടെ രാജ്യത്ത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കേട്ടോ, അവിടെ ഒരു മധ്യസ്ഥതയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ട സമയത്ത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക, നിത്യജീവനായി ജീവിക്കുക. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാതെ പോകരുത്.